ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പല കാര്യങ്ങളും മൊബൈൽ ഫോൺ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ക്ലാസ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, പിന്നെ വാട്സപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മൊബൈൽ ഫോൺ വഴി ചെയ്യുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചെങ്കിൽ മൊബൈൽ ഫോൺ ഹാങ് ആവുക അല്ലെങ്കിൽ മെമ്മറി ഫുള്ളായി എന്നുള്ളത് പലവരും എന്നോട് പരാതി പറയാറുണ്ട്. അപ്പോൾ ഇതിന് കുറേ ക്ലീനിങ് ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിലുണ്ട്. പക്ഷേ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. പലപ്പോഴും ഇത്തരം ആപ്പ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അതിന് ഫോണിലൊരു സ്പേസ് വേണം. അപ്പോൾ അതിന് പോലും സ്പേസ് ഇല്ലാത്ത ചില സിറ്റുവേഷൻസ് വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായി നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ സെർച്ച് കൊടുക്കുക. സെർച്ചിൽ SD Maid SD Maid എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ SD Maid സിസ്റ്റം ക്ലീനിങ് ടൂൾ എന്നൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഞാനിതിൽ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഇതിൽ കാണുന്നുണ്ട്. അതായത് ക്വിക്ക് ആക്സസ്, അതുപോലെ തന്നെ ഓവർവ്യൂ, അതുപോലെ തന്നെ എക്സ്പ്ലോറർ, സെർച്ചർ, ആപ്ലിക്കേഷൻ കൺട്രോൾ, അതുപോലെ തന്നെ സിസ്റ്റം ക്ലീനർ, ആപ്ലിക്കേഷൻ ക്ലീനർ, അങ്ങനെ കുറേ ഡ്യൂപ്ലിക്കേറ്റ്സ് ഫയലൊക്കെ സെർച്ച് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ഇതിൽ. അതായത് ഒരേ പേരിൽ 2 ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാൻ, മറ്റത് ഡിലീറ്റ് അടിച്ച് കളയാം. സ്റ്റോറേജ് അനലൈസർ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്വിക്ക് ആക്സസിൽ പോകുമ്പോൾ തന്നെ നമുക്കിതിവിടെ ഇതിൻ്റെ തൊട്ടടിയിൽ പച്ച കളർ കാണുന്ന സ്കാൻ എന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി ഈ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത, സ്റ്റോറേജ് അനലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ സ്റ്റോറേജ് അനലൈസർ പോയിട്ട് നമ്മളൊന്ന് സ്റ്റോറേജ് അനലൈസ് ചെയ്യുമ്പോൾ മെമ്മറി കാർഡ് എത്രമാത്രം ഫയൽസ് ഫുള്ളാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് നമ്മളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എത്രമാത്രം ഫുള്ളാണെന്നതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒന്ന് നോക്കുകയാണ്, ഏതൊക്കെ ഫയൽസാണ് അവിടെ കൂടുതലായിട്ടുള്ള നമ്മുടെ ലാർജ് ഫയൽസ് ഏതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, വാട്സപ്പ് ബിസിനസ് എന്ന് കാണാം. വാട്സപ്പിലാണ് എൻ്റെ ഏകദേശം ഒരു 3.5 MB ഇവിടെ സ്റ്റോറേജ് എടുത്തിട്ടുള്ളത്. DCI എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മ്യൂസിക്, കുറേ ഫയൽസ് അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ മുൻപ് കാണിച്ചത് ഓട്ടോ ക്ലീനിങ് ആണ്. ഇത് മാനുവലായിട്ട് നമുക്ക് വാട്സപ്പ് എടുത്തിട്ട് അതിൽ മീഡിയ എടുക്കാം. മീഡിയ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത വീഡിയോസോ ഡോക്യുമെൻറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് അടിച്ച് കളയാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇതേപോലെ സിസ്റ്റം ക്ലീനർ മാത്രം കൊടുക്കാം. ആപ്ലിക്കേഷൻ ക്ലീനർ മാത്രം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് വാട്സപ്പാണ്. വാട്സപ്പിൽ വീഡിയോസ് അല്ലെങ്കിൽ ഇമേജൊക്കെ വന്നിട്ട് ഫോണ് മെമ്മറി ഫുള്ളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് പറയുന്നത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ വലത്ത് സൈഡിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് എടുത്തതിന് ശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. അതിൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ, വെൻ റോമിംഗ് എന്ന 3 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നതായിരിക്കും. അതെല്ലാം ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ 3 ഓപ്ഷനും അങ്ങനെ തന്നെ കൊടുക്കുക. റോമിങ്ങിൽ പോകുമ്പോഴും ഇത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്നാൽ നമുക്ക് വേണ്ട ഇമേജോ വീഡിയോസോ മാത്രം നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഫോൺ മെമ്മറി നിറയാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ പറയുന്നത് നോട്ടിഫിക്കേഷനാണ്. നമ്മൾ മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൽ തന്നെ പല നോട്ടിഫിക്കേഷൻസ് ഇടയ്ക്ക് വരുമ്പോൾ ഫോൺ ഹാങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ എന്ന് കാണാം. അത് പല ഫോണിലും പലതിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് ചെയ്യാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം നോട്ടിഫിക്കേഷൻസ് ഓണാക്കിയിടുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്കൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻസ് ഇനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പ്, ഇത് മാനുവലായിട്ട് നമുക്ക് ഓരോ ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു വാട്സപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആപ്പ് ഇൻഫോ എന്നൊരു ഇത് കാണാൻ പറ്റും. അവിടെ നമുക്ക് ആ ആപ്പിൻ്റെ മാനേജ് നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്താലും ഇത് ഇനേബിളും ഡിസേബിൾ ആക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പല മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫോൺ കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ
അനാവശ്യമായിട്ടുള്ള നമുക്ക് ആപ്പുകളിൽ അങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ട് ഫോൺ പെട്ടെന്ന് ഹാങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ടിപ്സാണ്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ടിപ്സുകളൊക്കെ ഉണ്ട്, അതിപ്പോൾ എന്തായാലും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.